ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. കണ്ണൂർ സ്റ്റൈൽ അവിയലാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലാ പച്ചക്കറികളും നീളത്തിൽ അരിയണം കേട്ടോ. അതിനായിട്ട് ഒരു വെള്ളരിക്ക, 2 പച്ചക്കായ, ഒരു 5 കോവയ്ക്ക, ഒരു 2 ക്യാരറ്റ്, ഇത്രയും സാധനങ്ങളാണ്. വെള്ളരിക്ക ഒരു മീഡിയം സൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ മുരിങ്ങക്കായ് ഞാനിത് ഫ്രോസണാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷായിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഒരു 2 മുരിങ്ങക്കായ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കയ്പ്പക്ക ഒരു വലിയ കയ്പ്പക്കേൻ്റെ ഒരു 1/4 ഭാഗം അത്ര എടുക്കേണ്ടു. അധികം കയ്പ്പ് വേണ്ട. ഈ എല്ലാ പച്ചക്കറികളും കൂടി നീളത്തിൽ കഴുകി വൃത്തിയാക്കി നീളത്തിൽ മുറിച്ചിട്ട് ഒരുമിച്ച് വേവാൻ വെക്കണം. അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞളും ചേർത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ട് അതിനുശേഷം നമ്മൾ അവിയലിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കി വെക്കണം. നമുക്ക് പച്ചക്കറികൾ വെണ്ടയ്ക്കയും പിന്നെ ഇത് തക്കാളി, ഉരുളക്കിഴങ്ങും ഒഴിച്ച് ബാക്കി ഒരുവിധം പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ചിലർ തക്കാളിയും ഉരുളക്കിഴങ്ങൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കണ്ണൂർ ഭാഗത്ത് തക്കാളി, ഉരുളക്കിഴങ്ങ് ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. വെണ്ടക്ക ഇത്യാദി പച്ചക്കറികൾ ഉപയോഗിക്കാറില്ല. ബാക്കി ഒരുവിധം പച്ചക്കറികളെല്ലാം ഉപയോഗിക്കും. കുമ്പളങ്ങ ഉപയോഗിക്കാം, വേണമെങ്കിൽ ഗ്രീൻ പീസ് വേവിച്ചത് ഉപയോഗിക്കാം, ഇതൊക്കെ ഉപയോഗിക്കും. ഇനി നമ്മൾ അരപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ, പിന്നെ 1 കപ്പ് തേങ്ങ എടുക്കണം, ഒരു 4 പച്ചമുളക്, ഒരു ടീസ്പൂൺ വേണ്ട, ഒരു നുള്ള് ജീരകം, ഒരു 6-7 വെളുത്തുള്ളി വേണം. പിന്നെ അതൊക്കെ കൂടി അവിടെ തയ്യാറാക്കി വെക്കണം. ഇപ്പം ഞാൻ ഈ പച്ചക്കറികളെല്ലാം ഉപ്പും മഞ്ഞളും ഇട്ട് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് വെച്ചാൽ നമ്മൾ കുറച്ച് തേങ്ങ, ഒരു 4-5 സ്പൂണ് തേങ്ങ എടുത്തിട്ട് അതിൽ ജീരകം ഇട്ട് നന്നായിട്ട്, അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടൂല, തേങ്ങ അധികം അരയാനും പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് മാത്രം എടുത്തിട്ട് ആദ്യം അരച്ചെടുക്കും. പിന്നെ ബാക്കി പച്ച തേങ്ങ തന്നെ അങ്ങ് അരക്കാതെ ഇടും. അത് വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ അരച്ച ഇതും അതിലേക്കിടും. പിന്നെ ഈ പച്ചമുളകും വെളുത്തുള്ളിയും അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക, അത്രേ പാടുള്ളൂ. ഇത് അധികം അരയാൻ പാടില്ല. അല്ലെങ്കിൽ വെളുത്തുള്ളി നമ്മൾ കല്ലിലിട്ട് ചതച്ച് ചേർത്താലും മതി. അതിന് ശേഷം ഈ അരപ്പൊക്കെ ഈ വെന്ത പച്ചക്കറിയിൽ ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. തിളച്ച് നല്ല ഇത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർക്കാം. തൈര് പുളി അനുസരിച്ച് ചേർക്കാം. പിന്നെ ഈ ചതച്ച വെളുത്തുള്ളി കരിവേപ്പിലയും ലാസ്റ്റിലാണ് ചേർക്കേണ്ടത്. പച്ച വെളിച്ചെണ്ണയും പച്ച കരിവേപ്പിലയുമാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതേപോലെ തന്നെ ഈ തേങ്ങയുണ്ടല്ലോ, ഇതെല്ലാം കൂടി ഒഴിച്ച് ലാസ്റ്റിലാണ് തൈര് ഒഴിക്കേണ്ടത്. തൈര് ഒഴിച്ച് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ, തിളക്കാൻ പാടില്ല. ചിലരൊക്കെ ഇതിൽ കുഞ്ഞുള്ളിയൊക്കെ ചേർക്കാറുണ്ട്. നമ്മൾ കണ്ണൂർ ഭാഗത്ത് കുഞ്ഞുള്ളി ചേർക്കാറില്ല. പിന്നെ ഇത് ചിലർ വെളുത്തുള്ളി മാത്രം ചേർത്താക്കാറുണ്ട്, ചിലർ ജീരകം മാത്രം ചേർത്താക്കാറുണ്ട്. അതെല്ലാം ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക്. പക്ഷേ വെളുത്തുള്ളി അരയാൻ പാടില്ല കേട്ടോ, നന്നായിട്ട് ചതച്ചിട്ട് ഇടാനേ പാടുള്ളൂ. ലാസ്റ്റിൽ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഓഫാക്കിയാൽ നല്ല അടിപൊളി അവിയൽ തയ്യാറാണ്. നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ, ആക്കി നോക്കിയിട്ട്. പിന്നെ അവിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ പച്ചപ്പയർ, ബീൻസ്, വഴുതിനങ്ങ, പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളെല്ലാം ചേർക്കാവുന്നതാണ്. ചേന, ഇതൊക്കെ കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള പച്ചക്കറി മാത്രം ചേർത്തുണ്ടാക്കിയതാണ്.